അപ്പം മിഡിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇപ്പം ബയോപ്സി എടുത്തത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചികിത്സാ രീതിയായിരിക്കും, അടുത്ത പടിയായിട്ട് എന്ത് സർജറി ആയിരിക്കും ചെയ്യുന്നത്? ഞാൻ ഇത് FNAC ഇപ്പൊ നമ്മൾ പാൽപ്പബിൾ ആയിട്ടുള്ള മുഴയാണെങ്കിലും ഇത് ട്രിപ്പിൾ ടെസ്റ്റ് ട്രിപ്പിൾ ടെസ്റ്റ്. അതിൽ ആദ്യം നമ്മൾ ഹിസ്റ്ററി എക്സാമിനേഷന്. ഹിസ്റ്ററിയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഏജ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പാരമ്പര്യം ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു തൊട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോണി തൊടുന്ന പോലെ അതായിരിക്കും അതിനകത്ത് ഒരു ക്യാൻസർ മുഴയെ തൊടുക. എന്നാൽ വളരെ ചിലപ്പോൾ ഒരു ആപ്പിളിന്റെ അതിൽ തൊടുമ്പോഴോ അല്ലെങ്കിൽ വേറെ പഞ്ഞിയിൽ തൊടുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതായിരിക്കും. അതുപോലെ അതിനൊരു വ്യത്യാസം നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. അതുപോലെ ഈ ചിലപ്പം ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത മുഴകളുണ്ട്. അതാണെങ്കിൽ ഈ മൗസിന്റെ ബ്രസ്റ്റ് എന്നാണ് അതിനെ ശരിക്കും പറയുന്നത്. മുറിയിൽ ഓടിക്കളിക്കുന്ന പോലെ നമ്മൾ ഒന്ന് തൊട്ടാതെ ചിലപ്പോൾ മറ്റേ സൈഡിലേക്ക് അങ്ങ് പോകും. അപ്പൊ നമുക്കതൊക്കെ എക്സാമിനേഷന് മനസ്സിലാകും. പിന്നെ കഷത്തിലെ കഴലകളുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ബോണിന്റേത് പല ജനറൽ ചെയ്തിരിക്കും. മമോഗ്രാമും അൾട്രാസൗണ്ട്, ബ്രസ്റ്റിന്റെ അൾട്രാസൗണ്ടും. അത് കഴിഞ്ഞ് നീഡിൽ ടെസ്റ്റ് തന്നെ 2 തരമുണ്ട്. ഫൈൻ നീഡിൽ ആസ്പിറേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗൺ ബൈ എന്ന് പറയും ബയോപ്സി, നീഡിൽ ബയോപ്സി. അപ്പൊ ഇത് രണ്ടും ഈ 3 ടെസ്റ്റുകളും ചെയ്താൽ 99% നമുക്കൊരു സർജറിക്ക് മുമ്പേ ഒരു ഡയഗ്നോസിൽ എത്താൻ സാധിക്കും. 1% കേസസ് മാത്രമേ നമുക്ക് ഈ ടെസ്റ്റുകളെല്ലാം കൊണ്ടൊരു ഡയഗ്നോസിൽ എത്താൻ പറ്റും. അത് നമ്മൾ അതുപോലെ ഒന്നെങ്കിൽ ഫ്രോസൺ സെക്ഷൻ എടുക്കേണ്ടി വരും, ഇമ്മീഡിയറ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് സർജറി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സർജറി പ്രധാനമായിട്ടുണ്ട് ചെയ്യാം. അല്ലെങ്കിൽ റിമൂവൽ ചെയ്യുകയാണെങ്കിൽ ആ സമയം തന്നെ റീകൺസ്ട്രക്ഷനും വേണ്ടവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്റ്റേജസ് അനുസരിച്ചാണോ ഈ സർജറിയിലുള്ള വ്യത്യാസം വരുന്നത്? അതായത് അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാല് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ടോട്ടലായിട്ട് നമ്മൾ ഏത് ക്യാൻസർ എടുക്കുകയാണെങ്കിലും 4 ആണല്ലോ സ്റ്റേജിങ്. അതിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് സ്റ്റേജ് 1 എന്ന് പറഞ്ഞ ബ്രസ്റ്റിൽ മാത്രം, സ്തനത്തിൽ മാത്രം നിൽക്കുന്നതാണ് സ്റ്റേജ്. ഇതിലേക്ക് പിന്നെ സ്റ്റേജ് 3 എന്ന് പറയുന്നത് അതിന്റെ സൈസ് കൂടുതൽ, കഷത്തിൽ തന്നെ കഴലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്റ്റേജ് 3. എന്ന് വെച്ചാൽ ബ്രസ്റ്റും അനുബന്ധ സ്ട്രക്ചേഴ്സും അഫക്ട് ചെയ്യുമ്പോഴാണ് സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ അത്. അപ്പം 2 മാത്രമേ നമുക്ക് ഇനീഷ്യൽ സർജറി കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റേജ് 3ലും 4ലും നമ്മൾ 3ല് ചിലപ്പോൾ കീമോതെറപ്പി കൊടുത്തു കഴിഞ്ഞായിരിക്കും ചെയ്യുന്നത്. 4ൽ എന്തായാലും നമുക്ക് കീമോതെറപ്പി കാര്യമാണ് എപ്പോഴും നമ്മൾ ഈ സർജറി ഇനിഷ്യൽ ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ വലിപ്പം കുറഞ്ഞത്, അതില് 2 സെന്റിമീറ്റർ താഴെയുള്ളതാണ് വരുന്നത്. അപ്പൊ ആ സ്റ്റേജ് 1ല് എയിൽ വരുന്നത്. അപ്പം ഈ സ്റ്റേജ് 1ലുള്ളവർക്കാണോ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യുന്നത്? സ്റ്റേജ് 1ഉം 2ഉം ഒക്കെ ചെയ്യും. കുറഞ്ഞ നമുക്കത് 4 സെന്റിമീറ്ററിൽ കഴിഞ്ഞുള്ളതിന് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. 4 സെന്റിമീറ്ററിൽ കഴിഞ്ഞ് പുറം രാജ്യങ്ങളിലാണ്, ഇവിടെയും ചിലപ്പം ചെയ്യും. അത് കീമോതെറപ്പി കൊടുത്ത് ചുരുക്കിയിട്ട് ഇപ്പൊ ഒരാൾക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തരത്തിലും, പിന്നെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഭാഗം എടുത്താൽ വേറെ എവിടുന്നേലും വെച്ച് ഫില്ല് ചെയ്തും ബ്രസ്റ്റ് നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും. ഇപ്പം മാസ്റ്റെക്ടമി കംപ്ലീറ്റ് ആയിട്ട് സർജറി ആ സമയത്ത് തന്നെ ചെയ്യുമോ, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം ഈ പേഷ്യൻസിന് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയോതെറപ്പി കൊടുത്തതിന് ശേഷമാണോ ചെയ്യുന്നത്? ഇല്ല, ആ സമയത്ത് തന്നെ റീകൺസ്ട്രക്ഷൻ ആ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. റീകൺസ്ട്രക്റ്റീവ് സർജറി എങ്ങനെയാണ് അകത്തുനിന്നുള്ള? ഒന്നെങ്കിൽ പുറമെ ഉള്ള, അത് ലാറ്റിസ്മസ് ഡോഴ്സൈ ഫ്ലാപ്പ് എന്ന് പറയും, പുറത്തുനിന്ന് നമുക്ക് എടുത്തു വെച്ച് ഫില്ല് ചെയ്യാം. അതൊരു വലിയ ബ്രസ്റ്റിന് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഉള്ളപ്പം വയറിൽ നിന്ന് എടുത്തു വെച്ചിട്ട് റീകൺസ്ട്രക്ഷൻ ഇംപ്ലാന്റ് അവൈലബിൾ ആണ്. സിലിക്കോൺ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ചിലപ്പം റേഡിയേഷൻ എടുക്കേണ്ട ആൾക്കാർക്ക് അതൊരു ഉത്തമമായ ചികിത്സ റീകൺസ്ട്രക്ഷൻ അല്ല. സ്വന്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ആൾക്ക് നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാകും.
ഇപ്പം ഈ സ്റ്റേജ് 1 അല്ലെങ്കിൽ ഈ നമ്മൾ ഇതെടുത്തു മാറ്റിയതിൽ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ പേഷ്യൻസിന് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയോതെറപ്പി വേണ്ടി വരുന്നത്? അത് കൺസർവേഷൻ. സ്ഥാനം നിലനിർത്തുവാണെങ്കിൽ നമുക്ക് എപ്പോഴും റേഡിയേഷൻ കൊടുക്കണം. സ്റ്റേജ് ആള് ഒരു 65-70 വയസ്സിന് താഴെയാണെങ്കിൽ, ഇപ്പൊ ആ ഏജ് കഴിയുകയാണെങ്കിൽ റേഡിയേഷന്റെ ആവശ്യം അത്ര വരുന്നില്ല. എല്ലാം സ്ഥാനം ആണെങ്കിൽ റേഡിയേഷൻ കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്റ്റേജ് T3 5 സെന്റിമീറ്റർ കൂടുതൽ ട്യൂമർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ അത് ലോക്കലി അഡ്വാൻസ് സ്റ്റേജ് ഇപ്പൊ ചെയ്യുവാണെങ്കിൽ അഡ്വാൻസ് സ്റ്റേജിലല്ലല്ലോ ആദ്യം സർജറി ചെയ്യുന്നത്. സർജറി എന്നുള്ള ആദ്യത്തെ ചികിത്സ ഏർലി സ്റ്റേജിലാണല്ലോ. അപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞപ്പം 5 സെന്റിമീറ്റർ കൂടുതലാണ് ട്യൂമർ എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴലുകൾ 3 കഴലുകൾ റേഡിയേഷൻ ആവശ്യമുണ്ട്. ഇപ്പം ഈ ഒരു പേഷ്യന്റ് സർജറിയും കഴിഞ്ഞു, റേഡിയേഷനും കഴിഞ്ഞു, അതിനുശേഷം അവരെങ്ങനെയായിരിക്കും ഫോളോ അപ്പ്? അതായത് ഡോക്ടറിന്റെ അടുത്ത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റിംഗിന് വരണം? അത് ആദ്യത്തെ 2 വർഷം 2 മന്ത്സിലാണ് വരുന്നത്. ഫോളോ അപ്പിന് വരുന്ന പേഷ്യൻസിനെ ഡോക്ടർ ലോക്കൽ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ, അതോ ഇവരിൽ മാമോഗ്രഫി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റിന് വിധേയരാക്കാറുണ്ടോ? ഈ 2 to 3 ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. 2 to 3 മന്ത്സിൽ മെയിൻലി ഫിസിഷ്യൻ ആണ്. ആ ഇരുന്ന ഭാഗം അല്ലെങ്കിൽ ബ്രസ്റ്റ് കൺസർവേറ്ററിന്റെ ആ ഭാഗവും കക്ഷം, പിന്നെ ഓപ്പോസിറ്റ് ബ്രസ്റ്റ്, അതെല്ലാം നമ്മൾ നോക്കുക ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്യുന്നത്. വർഷം തോറും മമ്മോഗ്രഫി, അൾട്രാസൗണ്ട്, അബ്ഡോമിന് വെച്ചാൽ നമുക്ക് സ്ക്രീനിങ് എല്ലാവരെയും പോലുള്ള സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് നമ്മളിപ്പോ ഇതിന് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന ടെസ്റ്റുകൾ ചെയ്തു നോക്കാറില്ല. എല്ലാപ്പോഴും CT ചെയ്യുക, എല്ലാപ്പോഴും പിന്നെ MRI ഇൻഡിക്കേറ്റഡ് ചെയ്യാനായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങൾ പിന്നീട് വരുന്നുണ്ടോ എന്നുള്ള ആ ടെസ്റ്റുകളാണ് നമ്മൾ ബാക്കിയുള്ളവരെ പോലെ സ്ക്രീനിങ് നടത്തുന്നു. ബാക്കി പിന്നെ കുറച്ച് കൂടുതൽ റിഗറസ്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്തവരിൽ ചിലപ്പോൾ നമ്മൾ 1 വർഷം ഒരിക്കൽ ചിലപ്പോൾ ആണെങ്കിൽ 6 മന്ത്സിൽ ചെയ്യാം, ചിലപ്പോൾ ചെയ്തു എന്നിരിക്കും. അത്രയേ ഉള്ളൂ. ഈ ഒരു ബ്രസ്റ്റിൽ ക്യാൻസർ വന്നവരിൽ മറ്റതിൽ വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണോ? കുറച്ച് കൂടുതലാണ് അവരൊക്കെ അപേക്ഷിച്ച്. ബ്രസ്റ്റ് പൊതുവെ ഒരു അതായത് ചിലർക്ക് ഈ ക്യാൻസർ വരാനുള്ള ജീൻസ് തന്നെ പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായിരിക്കും, അതായത് ഇങ്ങനെ ഫാമിലിയില് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവറിൻ ക്യാൻസർ ഉള്ളവർക്ക് ആ ജീൻസ് നിർബന്ധമായിരിക്കണോ? അല്ല, ഞാൻ പറഞ്ഞ ഒരു 5 to 10% വരെ പാരമ്പര്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ 60% ആണ് ഈ BRCA1 BRCA2 ജീൻ. അതാണ് ഇപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് ഉള്ളത്. ബാക്കി ടെസ്റ്റിംഗ് വന്ന് ഇങ്ങനെ നോക്കുന്ന പറഞ്ഞാൽ അത് ഇപ്പൊ ആർക്കാ വന്നെങ്കിൽ ആ ആൾക്ക് ഈ ജീൻ ഉണ്ടോ എന്ന് നോക്കണം ആദ്യമേ. എന്നിട്ട് ആ ജീൻ ഫാമിലിയിലെ മറ്റുള്ളവർക്കുണ്ടോ എന്ന് വെച്ചാൽ അത് ഇപ്പൊ 2 കൂടുതലാണെങ്കിൽ അതിന്റെ റിലേറ്റീവ് സാധ്യത കൂടുതലാണ്. അതിന്റെ ഫസ്റ്റ് ഡിഗ്രി ഇപ്പം എത്ര അടുത്ത ബന്ധമാണോ കൂടുതൽ, പിന്നെ എത്ര ഫാമിലി മെമ്പേഴ്സ് കൂടുന്നോ അത്ര കൂടുതലാണ് റിസ്ക്. അപ്പൊ അതിനനുസരിച്ച് സ്ക്രീനിങ് ചെയ്യുന്നവരോട് പിന്നെ അല്ലെങ്കിൽ അവർക്ക് പിന്നെ വേറെ പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ എങ്ങനെ തടയാം, അതൊന്ന് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വ്യായാമമുള്ള ജീവിതശൈലി, കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ്, പിന്നെ ഷുഗറൊക്കെ നന്നായിട്ട്, ഡയബറ്റീസ് ഉള്ളവർ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കയറി ഹോർമോൺസ് ചെയ്യുന്നത് നല്ലവണ്ണം ആൾക്കാർ മാസമുറ മാറ്റിവെക്കാൻ, അല്ലെ അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, കല്യാണം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഹോർമോൺസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇതിന്. പിന്നെ വണ്ണം പൊതുവെ വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കണം. പിന്നെ പ്രധാന സ്ക്രീനിങ് ഉള്ളവര്, ഈ റിസ്ക് കൂടുതലുള്ളവര് മുൻകൂർ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് പോകണം. അപ്പം പാരമ്പര്യം ഉള്ളവര് നേരത്തെ തന്നെ ഇതെല്ലാം അറിവ് തുടങ്ങണം. പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഫാമിലി, അതേപോലെ ഒവേറിയൻ ഫാമിലീസ് എന്ന് പറയും. ബ്രസ്റ്റും ഓവറിയും ഒരാൾക്ക് ആ വീട്ടിൽ തന്നെ അവർക്ക് തന്നെ ആ ആൾക്ക് തന്നെ ബ്രസ്റ്റ് ഓവറിയും വരാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ഒരാൾക്ക് ബ്രസ്റ്റ് വരാം, ഒരാൾക്ക് ഓവറി വരാം. അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ക്യാൻസർ ഒരു 4-5 ഒരു ആയിരിക്കും. ഒരാൾക്ക് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും, ഒരാൾക്ക് ഓവറിയൻ ക്യാൻസർ ആയിരിക്കും, ഒരാൾക്ക് യൂട്രൈൻ ക്യാൻസർ ആയിരിക്കും. അങ്ങനെ ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഇതിന് മുൻകൂർ ടെസ്റ്റുകൾ ചെയ്യണം. അതേപോലെ നമുക്ക് വേറെന്ത് പ്രിവെന്റ് ചോദിച്ചാല്
പ്രൊഫിലാക്റ്റിക് സൂഫ്രക്ടമി. ഇപ്പം ഇത് ഇങ്ങനെ ആ ഫാമിലിയില് സ്തനാർബുദവും അണ്ഡാശയാർബുദവും കൂടുതലാണെങ്കിൽ 35 വയസ്സിന് മുമ്പ് ഓവറീസ് മാറ്റുവാണെങ്കിൽ 90% കുറയ്ക്കാം. സ്തനാർബുദവും വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ സ്തനത്തിന്റെ പ്രൊഫിലാക്റ്റിക് മാസ്റ്റെക്ടമി, വളരെയധികം റിസ്ക് ഉള്ളവർക്ക് സ്തനം നേരത്തെ മാറ്റിയിട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്തതുമാണ്. അത് ടാമോക്സിഫൻ എന്നുള്ള ഗുളിക ഉപയോഗിക്കുന്നത് ഹൈ റിസ്ക് ആൾക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷെങ്കിൽ മറ്റ് 2 ചികിത്സയും അവരോട് കൗൺസിലിംഗ്, അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഏത് എന്നുള്ളത് അറിഞ്ഞ് അപ്പൊ ഇത്രയും നേരം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ മാഡം എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഈ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ്ങിന് പോണം തന്നെ തോന്നും. കാരണം ബ്രസ്റ്റ് ക്യാൻസർ പലരും കണക്കാക്കുന്നത്. പക്ഷെ അത് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ചികിത്സിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പം ഇത്രയും സമയം ഞങ്ങളോട് വന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.